സഖാവ് നയനാർ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ, ഗ്രാമീണ വികസനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾക്ക് അർഹമായ പദ്ധതി വിഹിതം പോലും നൽകാതെ ഗ്രാമപഞ്ചായത്തുകളെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്ന UDF സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്തുകളോടുള്ള സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഈ വഴിത്താരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് ധർമാശുപത്രികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് പോലും ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന UDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് അർഹമായ പദ്ധതി വിഹിതം തടഞ്ഞു വെക്കുന്ന UDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഈ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പഞ്ചായത്തുകൾക്കുള്ള അർഹമായ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കി അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാരിന്റെ കേരളം ഭരിക്കുന്ന PD സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായി വെട്ടിച്ചുരുക്കിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ കണക്കിൽ കത്തിവെക്കുന്ന സമീപനങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കേരള കർഷക സംഘത്തിന്റെ ജില്ലയുടെ അമരക്കാരനുമായ സഖാവ് AS കുട്ടിയാണ്. സഖാവ് AS-നെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ് നേതാവ് CD ജോസഫിനെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ജോഷി കുര്യാക്കോസിനെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPI-യുടെ നേതാവ് ലിനി ടീച്ചർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലിനി ടീച്ചറെ ഈ സമരത്തിലേക്ക് നന്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യ നേതാവ് ഔഷധനെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPM-ന്റെ നേതാക്കളായ സഖാവ് മിനി ബാബു, സഖാവ് കെ കണ്ണൻ തുടങ്ങി മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുരടിപ്പ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഫണ്ടില്ല, പൈസയില്ല, റോഡ് പണിക്കും നമ്മുടെ വികസന പരിപാടികളുടെ എല്ലാ കാര്യങ്ങൾക്കും തുറന്നു വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് LDF പോകേണ്ടി വരുന്നത്. ഇത് ഒരു സൂചന പോലെ ആയിട്ടാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം നല്ല രീതിയിൽ ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അംഗമായ കുട്ടിയെ സ്വാഗതം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ 2ാം ഘട്ടത്തിലുള്ള ദിവസമായി ഇന്ന് നാം കൈപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിൽ മുമ്പിൽ ഇത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരായ സമരമല്ല, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തിനെതിരായ സമരം. 2ാം ബജറ്റ് അവതരിപ്പിച്ചതിലൂടെ നടപ്പാക്കിയ പദ്ധതി വെട്ടിക്കുറവിലുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് തദ്ദേശ വികസനം നമ്മുടെ കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടും ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തോടും തദ്ദേശ വികസനത്തോടും എടുക്കുന്ന ഒരു സമീപനത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അന്തരിച്ച ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഘട്ടത്തിൽ ജനകീയാസൂത്രണം എന്ന പേര് തന്നെ മാറ്റി പഞ്ചായത്തി രാജ് ബില്ലിന് ശേഷം ജില്ലാ കളക്ടർ സെക്രട്ടറിമാരായിട്ടുള്ള ഒരധികാര കൈമാറ്റം നമ്മുടെ സംസ്ഥാനത്താണ്. അന്തരിച്ച കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ജില്ലാ കൗൺസിലുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കമന്റും നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്ത് കൗൺസിൽ, ഏത് കൗൺസിൽ, അങ്ങനെയൊന്ന് കേരളത്തിലുണ്ടോ? പഞ്ചായത്തുകളിൽ ഉണ്ടായ വികസനവും കേരളത്തിന്റെ പൊതുവികസനത്തിന്റെ ഒഴിവാക്കാനാവാത്ത മാതൃകയാണ്. ആ നിലപാട് കേരളത്തിന്റെ ഖജനാവ് അല്ലെങ്കിൽ ട്രഷറി പൂച്ചവെറ്റി കിടക്കുന്നു എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിന് പണം വേണം. ആ പണമാണെങ്കിൽ അനുവദിക്കുന്ന കാര്യത്തിൽ ഫിസിക്കൽ പരിശീലനിക്കുന്ന നിലപാടാണ് സതീശൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം കോൺഗ്രസ് പലപ്പോഴും പറയാറ് അത് ഞങ്ങളുടെ കുട്ടിയാണ്. ആരുടെ? കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് ഗ്രാമീണ വികസനം അട്ടിമറച്ച UDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDF കൈപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും 2026 ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട CPIM തൃശൂർ DC അംഗം സഖാവ് KS കുട്ടി ഉദ്ഘാടനം നടത്തി. പ്രമുഖ നേതാക്കളായ സഖാവ് K കണ്ണൻ, സഖാവ് ലിനി ടീച്ചർ, ശ്രീ CD ഔസേപ്പ്, ശ്രീ CD ജോസ്, ശ്രീ ജോഷി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് കൈപ്പറമ്പ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സഖാവ് KM ലെനിൻ, CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീമതി ലിനി ടീച്ചർ, കേരള കോൺഗ്രസ് എസ് CD ജോസ്, അഖിലേന്ത്യാ ജനാധിപത്യ കേരള കോൺഗ്രസ് അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ്, CD ജോസ്, ISJD, CPIM പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗം K കണ്ണൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. മിനി ബാബു, CPIM പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗം നന്ദിയും രേഖപ്പെടുത്തി. അതാണ് ഞാൻ ജില്ലാ കൗൺസിലിന്റെ കാര്യത്തിൽ കരുണാകരൻ നിലപാട് പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഈ പദ്ധതിയുടെ പേര് തന്നെ മാറ്റി കേരള വികസന പദ്ധതി എന്നാക്കിയത് സഹിക്കുന്നില്ല. അധികാരം ജനങ്ങൾക്ക് കിട്ടിയാൽ ജനങ്ങൾ അത് പ്രയോഗിക്കും. അവരെവിടെയാണ് വികസനം നടക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കും. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. മാർച്ച് മാസമായാൽ 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും എഞ്ചിനീയർമാർ രാവും പകലും അവിടെ നിന്ന് പണിയെടുക്കുക. എവിടെ? ആഫീസുകൾ. എന്താ പണി? എസ്റ്റിമേറ്റ് ഉണ്ടാകും, ടെൻഡർ വിളിക്കണം, ഒക്കെ അവിടെ തന്നെയാണ്. ടെൻഡർ വിളിക്കണം, പണി നടക്കണം.
പണി നടന്നതിന്റെ ബില്ലെഴുതുന്നു, ആ ബില്ലെഴുതിയ പണം പോക്കറ്റിലിടും. ഇതാണ് മാസം തിരക്ക്. അതിപ്പോ ഏത് വിഷയത്തിലും അമ്മയെ തല്ലിയാലുണ്ടല്ലോ അതിന് ന്യായം. ആ 2 കൊല്ലങ്ങൾ തന്നെയായിരുന്നു. അതിന്റെ 10 കൊല്ലം മാത്രമല്ല 30 കൊല്ലമായി. കേരളത്തെ സംബന്ധിച്ച് അതൊരു ചെറിയ തുകയല്ല. പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനത്തിന് ലഭിക്കേണ്ട തുകയാണ്. ആ തുകയിലാണ് ഈ ഭീമമായ വെട്ടിക്കുറവ് നടത്തിയത്. 102 ആളുണ്ട് അസംബ്ലിയിൽ. അതുകൊണ്ട് എന്തുകൊണ്ട് വന്നാലും പാസ്സാക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 35 MLA ഉള്ളൂ. അതും ഞാൻ അംഗീകരിക്കുന്നു. ഈ കൊല്ലാക്കൊല ചെയ്യുന്ന ജനാധിപത്യത്തെയും തദ്ദേശ വികസനത്തെയും കൊല്ലാക്കൊല ചെയ്യുന്ന ഈ നിലപാട് എന്തോ ഞങ്ങൾ കേരളത്തെ ആകെ മാറ്റിമറിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നവർ ചെയ്യാമോ? പരാതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം UDF അധികാരത്തിൽ വന്നത്. കാരണം ഏതൊരു പഞ്ചായത്തിനേക്കാളും നന്നായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലയിൽ നിന്നും ബ്ലോക്കിൽ നിന്നും കൃത്യമായി